വിശദാംശങ്ങളിലേക്ക് ഒന്നും കൂടി പോകുന്നു. ശബരിമല തന്ത്രി കണ്ഠര് രാജീവിലെ അറസ്റ്റിലായ വിവരം നമ്മൾ അറിഞ്ഞതാണ്. SITയുടെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ആ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട്. ഈ സ്വർണ്ണക്കവർച്ച നടത്തിയ വിവരം തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ള SIT കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് വരെ എത്തിയിരിക്കുന്നത്. ഡി ബിനോയ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ഡി ബിനോയ്, ചോദ്യം ചെയ്യലിന് കൂടുതൽ വിശദാംശങ്ങൾ കിട്ടിയോ? എന്തൊക്കെയാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ, അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്ന ചെറിയ വിവരങ്ങൾ? കാളിദാസ്, അല്പസമയത്തിനുള്ളിൽ തന്നെ തന്ത്രിയെ വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ചെങ്ങന്നൂരിലെ താഴമൺ മഠത്തിലുള്ള വീട്ടിൽ നിന്നും തന്ത്രിയെ കൂട്ടി പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്ത് കൃത്യമായും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഒരാഴ്ച മുമ്പ്, അല്ലെങ്കിൽ ഒരാഴ്ച ആവുന്നില്ല, ഏതാനും ദിവസം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത്. അതിൽ നിന്ന് കിട്ടിയ ചില പ്രധാന വിവരങ്ങൾ കൂടി ശേഖരിച്ചതിന് ശേഷമാണ് ഒരു പഴുത് പോലും നൽകാതെയുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ തന്ത്രിയെ കുടുക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്ത്രി അറസ്റ്റിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഗോവർദ്ധൻ, ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവർ നടത്തിയ ഗൂഢാലോചനയിൽ തന്ത്രിക്ക് പങ്കുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് ഇനി റിമാൻഡ് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതുവരെ കിട്ടിയ വിവരം അനുസരിച്ച് 2006 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് തന്ത്രി കണ്ഠര് രാജീവരായിരുന്നു. ബംഗളൂരുവിൽ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അവിടെ വെച്ച് പരിചയപ്പെടുകയും പിന്നീട് ശബരിമല കീഴ്ശാന്തി മഠത്തിലെ ഒരു പരികർമ്മിയായി കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം 2019 വരെയുള്ള കാലയളവിൽ ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിമാർ മാറി വന്നാലും ഒക്കെ തന്നെ ഇപ്പോഴും പൂജാതി കർമ്മങ്ങളിൽ ഒരു പ്രധാന ആളായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സ്പോൺസർ അല്ലെങ്കിൽ പ്രായോജകൻ എന്ന തരത്തിലേക്ക് വേഷം കെട്ടുന്നത്. ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു സാധാരണ പരികർമ്മിയിൽ നിന്നും ഒരു സ്പോൺസർ ലെവലിലേക്ക് ഉയരുന്നതിന് വേണ്ടി തന്ത്രി സഹായിച്ചു എന്നുള്ള വിവരങ്ങളാണ് SITക്ക് ലഭിച്ചത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യലിൽ ഏകദേശ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വരികയും പിന്നീട് അത് അറസ്റ്റായി മാറുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ തന്ത്രിയെ വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോകും. ആ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആയിരിക്കും കൊല്ലത്തുള്ള വിജിലൻസ് കോടതിയിലേക്ക് ഹാജരാക്കുക. ആ വിജിലൻസ് കോടതിയിൽ വെച്ച് കൂടുതൽ വിവരങ്ങൾ റിമാൻഡ് റിപ്പോർട്ട് വഴി നമുക്ക് അറിയാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ ഉള്ളത്. ഇപ്പോൾ നേരത്തെ തന്നെ DGP മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്ത് പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം, പ്രത്യേക അന്വേഷണ സംഘം നടത്തി അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലേക്കാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹവും അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സ്വാധീകരിച്ചിട്ടുണ്ട്, അറസ്റ്റ് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു. പത്മകുമാർ പറഞ്ഞ അനുസരിച്ച് ദൈവതുല്യന്മാർ പുറത്ത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ദൈവതുല്യൻ എന്ന് പത്മകുമാർ സൂചിപ്പിച്ച, മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിച്ച ദൈവതുല്യൻ അറസ്റ്റിലായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ ഒരു ദൈവതുല്യൻ നമ്മൾ അറസ്റ്റിലായി എന്നുള്ളതും പറയുന്നു. പക്ഷേ ഈ ദൈവതുല്യൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ പൊതുവെ ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്ന മറ്റ് പല പേരുകളും ഒക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങോട്ടും ഇനി അന്വേഷണം പോകുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ പേരിനെ സംബന്ധിച്ച് ഇപ്പോൾ ആ ഒരു ദൈവതുല്യൻ ഇതാണെന്നുള്ളൊരു സൂചനയിലേക്ക് തന്നെ എത്തുന്നു. പക്ഷേ മറ്റ് പേരുകളും കൂടി ആ സമയം ഈ ദൈവതുല്യൻ എന്നുള്ള ആ ഒരു മൊഴി പുറത്തു വന്നതിന് ശേഷം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇനിയിപ്പോൾ അന്വേഷണങ്ങളൊക്കെ ആ ഉന്നതരിലേക്കൊക്കെ എത്തുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു അല്ലേ? അല്ല, തീർച്ചയായും ചില ഉന്നതരിലേക്ക് കൂടി അന്വേഷണങ്ങൾ എത്തും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവർ കസ്റ്റഡിയിലാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇനി തന്ത്രിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ചില വിവരങ്ങൾ കൂടിയുണ്ട്. ആ വിവരങ്ങൾ കൂടി ശേഖരിച്ചതിന് ശേഷമായിരിക്കും മറ്റു കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങുക. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തരത്തിൽ ഉള്ള ഒരു വിഷയമായുമാണ്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ആളിനെ അല്ലെങ്കിൽ പ്രധാന ആളിനെയാണ്, അല്ലെങ്കിൽ പ്രധാന ശാന്തിക്കാരനെയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ള ആളിനെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നോക്കുമ്പോൾ എത്ര വർഷമായി നടക്കുന്ന വലിയ തരത്തിലുള്ള ഗൂഢാലോചനകൾ,
അല്ലെങ്കിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള കൊള്ളകൾ, മോഷണങ്ങൾ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യാപ്തി വളരെ വലുതാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഈ അറസ്റ്റ് വളരെ കരുതിക്കൂട്ടിയുള്ള അറസ്റ്റായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഒരു കാര്യം വ്യക്തമാണ്, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുന്നു. വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു, ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്യുന്നു. ഇവരുടെയൊക്കെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും അതിലെങ്ങും തന്നെ ഒരു വാക്ക് പോലും തന്ത്രിയെക്കുറിച്ചോ ഒരു സൂചന പോലും ഇല്ലായിരുന്നു. കണ്ഠരര് രാജീവരുടെ പേര് എങ്ങും പറഞ്ഞിട്ടില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും കാരണവശാൽ ഈ തന്ത്രിയിലേക്ക് അറസ്റ്റ് നീളുകയാണെന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൃത്യമായ ഒരു നീക്കം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ പഴുതുകൾ അടച്ച് കൃത്യമായി പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ഒരു നീക്കത്തിൻ്റെ പരിണിത ഫലമാണ് തന്ത്രിയുടെ അറസ്റ്റ് എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയപരമായി വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു പൊങ്ങിയിരുന്നു. എന്തുകൊണ്ട് മറ്റ് ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല, അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ തരത്തിൽ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നൊക്കെ നേരത്തെ തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ഇപ്പോൾ അവസാനം കാലാവധി പൂർത്തിയാക്കിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ഒക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം അവരെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു. തന്ത്രിയെ നേരത്തെ ഒരു പ്രാവശ്യം പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് ഈ സ്വർണ്ണപ്പാളികൾ പുറത്ത് കൊണ്ടുപോകുന്നതിന് താൻ നിർദ്ദേശം നൽകിയിരുന്നു, അനുമതി നൽകിയിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും ചെയ്തിട്ടില്ല. ഈ സാധാരണഗതിയിൽ ശ്രീകോവിലിൽ അല്ലെങ്കിൽ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുക്കൾ അറ്റകുറ്റപ്പണികൾക്കായി പുറത്തേക്ക് കൊണ്ടുപോകാൻ യാതൊരു വിധത്തിലുള്ള അനുമതിയും നൽകുന്ന പതിവില്ല. എന്നാൽ ഇവിടെ ഇത്തരത്തിൽ ഒരു അനുമതി പോലും ലഭിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു, അവിടെ വെച്ച് ഈ ചെമ്പുപാളികളിൽ സ്വർണം പൂശുന്നതിനുള്ള അവസരം എങ്ങനെ ഒരുക്കി, അതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം വലിയ തലത്തിൽ നടത്തിയ അന്വേഷണം. അതിൽ ആദ്യഘട്ടത്തിൽ പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇതിന് അനുമതി നൽകിയത് എന്ന് കണ്ടെത്തിയിരുന്നു. അത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചെമ്പുപാളികളിലെ സ്വർണം കൂടുതൽ മിനുക്കുന്നതിന് വേണ്ടിയാണ് കൊടുത്തുവിട്ടത് എന്നുള്ളതായിരുന്നു ആ നിർദ്ദേശം. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിൽ ഉള്ള നീക്കങ്ങൾ നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ഏകദേശം 39 ദിവസത്തോളം എടുത്തുകൊണ്ടാണ് ആ ചെമ്പുപാളികൾ സ്വർണം പൂശി മിനുക്കിയത്. അത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ മിനുക്കിയപ്പോൾ അതിലുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ആ കാലതാമസം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ഒരു അന്വേഷണം നടത്തി. അതിന് ഒടുവിലാണ് ഇത് ചില സ്ഥലങ്ങളിൽ അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനായി കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ഇപ്പോൾ തന്ത്രിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്, അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ അറസ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം മകരവിളക്ക് ദിവസങ്ങൾ മാത്രം ശബരിമലയിലെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കേണ്ട വ്യക്തിയാണ് തന്ത്രി. ആ തന്ത്രി കണ്ഠരര് രാജീവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശബരിമല പോലെ ഉള്ള ഒരു ക്ഷേത്രത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താന്ത്രിക വിധി നടപ്പിലാക്കേണ്ട ആൾ അറസ്റ്റിലാവുക എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു മഹാക്ഷേത്രത്തിലും നടക്കാത്ത തരത്തിലുള്ള ഒരു കളങ്കം, ഒരു കളവ് നടന്നിരിക്കുന്നു. ആ കളവ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, ഇവയൊക്കെ സംബന്ധിച്ച് കൃത്യമായ തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസ് ECR രജിസ്റ്റർ ചെയ്ത ഒരു സാഹചര്യത്തിൽ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഡീബിനോയ് എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളും അത് ചർച്ച ചെയ്തതാണ്. കാരണം ഈ തന്ത്രി കണ്ഠരര് രാജീവരെ അദ്ദേഹത്തിൻ്റെ പക്കലായിരുന്നു ഈ വാജിവാഹനം, കൊടിമരത്തിലെ ആ വാജിവാഹനം ഉണ്ടായിരുന്നത്. അത് തൻ്റെ പക്കലാണ്, താനത് നൽകുന്നു, അത് സമർപ്പിക്കുന്നു എന്നുള്ള തരത്തിലൊരു നീക്കം കണ്ഠരര് രാജീവരുടെ ഭാഗത്തു നിന്ന് പിന്നെ വന്നിരുന്നു. പിന്നീട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പറഞ്ഞു അതിപ്പോൾ തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ, അതിപ്പോൾ തൽക്കാലം സമർപ്പിക്കേണ്ട എന്നുള്ള തരത്തിലായിരുന്നു. കാരണം സ്വർണ്ണക്കവർച്ച തുടങ്ങിയതിന് ശേഷം നടന്നൊരു നീക്കമാണ് അവിടെ നടന്നത്. അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതറിയില്ല. പക്ഷേ അത്തരത്തിൽ ഈ സ്വർണ്ണക്കവർച്ച കേസ് അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ കണ്ഠരര് രാജീവർ ഇത്തരത്തിലൊരു നീക്കം നടത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പോൾ ആ നീക്കമൊക്കെ ചിലപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി നിരീക്ഷിച്ചിരുന്നിരിക്കണം, അല്ലേ?
തീർച്ചയായും പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും നടത്തുന്ന നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഈ അറസ്റ്റിൻ്റെ നിർണായകമായ ഒരു ശക്തിയായി മാറിയത്. കാരണം ഈ സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ സാധാരണഗതിയിൽ സ്വർണ്ണ കൊടിമരം പുതുതായി പണിത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലിരിക്കുന്ന ഈ ഇപ്പോൾ ശബരിമലയിൽ വാജിവാഹനമായിരുന്നു. വാജിവാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട അവകാശി തന്ത്രിയാണ് എന്നാണ് പറയുന്നത്. അന്ന് തന്നെ തന്ത്രി ഈ വാജിവാഹനം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശക്തി പ്രാപിച്ച സമയത്ത് വാജിവാഹനം തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസറോ അത് തിരിച്ചെടുക്കുവാൻ തയ്യാറായില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലെയും ഓരോ വസ്തുക്കൾക്കും ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ തന്ത്രിമാർക്ക് അവകാശമുണ്ട്. അത്തരത്തിൽ ഒരു അവകാശവാദമാണ് ഈ വാജിവാഹനത്തിൻ്റെ പേരിലും തന്ത്രി മുന്നോട്ട് വെച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും വലിയ തരത്തിൽ വിവാദമുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ വിവാദമായി മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു കേസിൽ ഒരു ക്ഷേത്രത്തിന് തന്നെ മുഖ്യ പരികർമ്മി അല്ലെങ്കിൽ മുഖ്യ ശാന്തിക്കാരൻ അറസ്റ്റിലാവുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ്. അതിനെ ചെറിയ വിലയ്ക്ക് തള്ളിക്കളയാൻ പാടില്ല. ഈ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തരത്തിലുള്ള ഒരു കൊള്ള നടന്നിട്ടുണ്ടാവും. ആ കൊള്ളയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധി കേന്ദ്രമായി ഈ തന്ത്രി പ്രവർത്തിച്ച് കാണാം. അതല്ലെങ്കിൽ ഈ കൊള്ളയുടെ പങ്ക് തന്ത്രിക്ക് കിട്ടിക്കാണും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ കൃത്യമായി ഇതിൽ സംബന്ധിച്ചുള്ള വിവരം നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ പ്രത്യേക സമയത്ത് ശബരിമല തീർത്ഥാടനകാലം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അടുത്തിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരര് അറസ്റ്റിലാവുന്നത്. സാധാരണ ശബരിമല സന്നിധാനത്ത് ഓരോ പ്രാവശ്യവും ടേൺ അനുസരിച്ചാണ് തന്ത്രിമാരുടെ കുടുംബത്തിൽ നിന്നും ആളുകൾ എത്തുക. ഇപ്പോൾ കണ്ഠരര് മോഹനരുടെ കുടുംബത്തിന്, അതായത് കണ്ഠരര് മഹേശ്വരരുടെ കുടുംബത്തിനായിരുന്നു താന്ത്രികപരമായി ശബരിമലയുടെ ചുമതല. ഇപ്പോൾ ഉള്ളത് മഹേഷ് മോഹനരാണ് അവിടെ തന്ത്രിയായിട്ടുള്ളത്. ഈ നേരത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയായിരുന്നു ഈ തന്ത്രി കണ്ഠരര് രാജീവരരുടെ മകൻ. അങ്ങനെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ വരുന്ന പതിവുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ രാജീവരര് അറസ്റ്റിലായിരിക്കുന്നത് വലിയ തരത്തിൽ ചർച്ചയായി മാറും. ഇത് ഒരു മഹാക്ഷേത്രത്തിൽ ഇത്തരത്തിൽ അതിൻ്റെ മുഖ്യ ചുമതലക്കാരൻ അറസ്റ്റിലാവുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വലിയ കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് തരത്തിലുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്ന കാര്യത്തിലൊക്കെ കൃത്യമായ വിവരം ഒരു പക്ഷേ റിമാൻഡ് റിപ്പോർട്ട് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാളിദാസ്. ഡിബിനോയിലേക്ക് ഇപ്പം തന്നെ നമുക്ക് തിരിച്ചെത്താം. എന്തായാലും ആ SITയുടെ ആദ്യ ചോദ്യം ചെയ്യലിന് ശേഷമുള്ള തന്ത്രിയുടെ ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അത് ആദ്യത്തേതാണ്. SITയെ കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യം മാത്രമല്ല നമ്മൾ ശബരിമല ചെയ്തിട്ടുള്ളൂ. പിന്നല്ല, അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊന്നുമില്ല. നമുക്ക് സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്ന് അതൊക്കെ SITയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളടുത്ത് പറയാൻ പറ്റത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. അതായത് തന്ത്രി കണ്ഠരര് രാജീവര് അന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം നൽകിയ ആ പ്രതികരണമാണ് ബിനോയ്. അതായത് അന്ന് പറഞ്ഞത് ദൈവതുല്യൻ ആരാണെന്നുള്ളത് തനിക്ക് എങ്ങനെ അറിയാനാണ് അയാളോട് ചോദിക്കുക. അതോടൊപ്പം പറയുന്ന ഒരു കാര്യം താന്ത്രിക വിധിപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതായത് ദൈവഹിതമനുസരിച്ച് ദേവൻ്റെ ഇഷ്ടപ്രകാരം ദേവൻ എന്തിഷ്ടമാണോ അതാണ് തന്ത്രിയിലൂടെ ജനങ്ങളിലേക്ക് അറിയിക്കേണ്ടത് അല്ലെങ്കിൽ ഭക്തരിലേക്ക് അറിയിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വിധിപ്രകാരം പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഉയരുന്ന ഈ ജനരോഷം അല്ലെങ്കിൽ ഈ കേസിൽ തന്ത്രി അറസ്റ്റിലായി എന്നറിഞ്ഞതിന് ശേഷമുള്ള ആ ജനരോഷം എന്നുള്ളത് ഇതാണോ ദൈവഹിതം എന്നുള്ള ഒരു ആരോപണം, അത്തരത്തിലുള്ള വിമർശനം കേട്ടാൽ അത്ഭുതപ്പെടാനില്ല. അതാണ് തന്ത്രിയുടെ ആ പഴയ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ ഉള്ള പ്രതികരണം നമുക്ക് ഇനിയും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രതികരണത്തിൽ അത്രത്തോളം മുഖവിലക്ക് എടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഈ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്, അല്ലേ ബിനോയ്? കാളിദാസ്, തന്ത്രി കണ്ഠരര് രാജീവര് ഒരിക്കൽ പോലും ഇത്തരത്തിൽ ഒരു നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് A പത്മകുമാറിലോ ഒക്കെ അറസ്റ്റ് അവസാനിക്കും എന്ന് കരുതിയിരുന്നു. തന്ത്രിയുടെ ഭാഗത്തേക്ക് അന്വേഷണ സംഘം എത്തുമെന്നോ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്നോ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പല ആവർത്തി ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കോടതിയുടെ മുന്നിൽ എത്തുമ്പോഴേക്കും കോടതി തന്നെ പറഞ്ഞിരുന്നു, എത്ര പ്രഗത്ഭന്മാരാണെങ്കിലും അവരെയൊക്കെ അറസ്റ്റ് ചെയ്യണം.
ശബരിമല പോലുള്ള ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ വെറുതെ വിടാൻ പാടില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുകയും കോടതി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തരത്തിലുള്ള പരാജയം. അതായത് ഈ ആദ്യം തന്ത്രി നൽകിയ മൊഴി സമയത്ത് പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയത്തില്ല, ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നതിൽ തനിക്കൊരു ബന്ധവുമില്ല, താൻ കേട്ട ആളാണ്, കണ്ടിട്ടുള്ള ആളല്ല എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവരുമായി ഉണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ഗാഢത അല്ലെങ്കിൽ എന്തുമാത്രം അടുത്ത ബന്ധമായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കാണും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും വളരെ കൃത്യമായി ഓരോ ദിവസവും തന്ത്രിയുടെ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ അറസ്റ്റ് ചെറിയ ഒന്നായി കണക്കാക്കാൻ പാടില്ല. ഇത്രയും വലിയ തരത്തിൽ രാഷ്ട്രീയ മാനങ്ങൾ ഉള്ള ഒരു കേസായിരുന്നു, വലിയ തരത്തിൽ ചർച്ചകളുണ്ടായിരുന്നു. ആ കേസിൽ ഇപ്പോൾ ക്ഷേത്രത്തിന് തന്നെ മുഖ്യ ചുമതലക്കാരൻ അറസ്റ്റിലാവുമ്പോൾ ഇതിനെ വലിയൊരു കേസായി തന്നെ പരിഗണിക്കപ്പെടും. എന്തായാലും ഇഡിയും തൊട്ടു പിന്നാലെ എത്തിയതോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള സംഭവ വികാസങ്ങളിലേക്ക് നീങ്ങും. ഇഡി ഈ കേസിൽ ഉടൻ തന്നെ അന്വേഷണം തുടങ്ങും. കാരണം അവർക്ക് അന്വേഷണം തുടങ്ങാനുള്ള അനുമതി കേന്ദ്രം നൽകി കഴിഞ്ഞിരിക്കുന്നു. പ്രാഥമികഘട്ട അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം അവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസും ഇഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇഡിയുടെ കസ്റ്റഡിയിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ജാമ്യം ഉടനടി ഉണ്ടാവില്ല, അവർ അകത്തായിരിക്കും. 6 മാസമെങ്കിലും കഴിഞ്ഞ് ജാമ്യം കിട്ടാൻ നിലവിലെ സാഹചര്യത്തിൽ തന്ത്രിയെ വേണമെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിനൊപ്പം ഇഡിയും ചോദ്യം ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ വ്യാപ്തി ചെറുതല്ല. ഈ പണം എങ്ങനെയാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത്, അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്ത് അയ്യപ്പൻ്റെ സ്വർണ്ണ വസ്തുക്കൾ വിറ്റ് കാശാക്കിയതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്? ഇത്തരം ചോദ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ സംഭവമായി തന്നെ ഇത് മാറും. എന്തായാലും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. ശരി ഡി ബിനോയ്, എന്തായാലും സാഹചര്യങ്ങൾ മാറി മറിയുന്നു, കൂടുതൽ ഉന്നതരിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. തന്ത്രിയിലേക്ക് വരെ എത്തിയിരിക്കുന്നു ശബരിമല സ്വർണ്ണ കവർച്ച. കൂടുതൽ ഉന്നതരിലേക്ക് ഇനി ആര്, ഇത് മാത്രമാണോ ദൈവതുല്യൻ, വേറെയും ദൈവതുല്യരുണ്ടോ എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് അന്വേഷണം അവസാനിച്ചിട്ടില്ല, മുന്നോട്ട് പോവുകയാണ്. കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഗൂഢ നീക്കങ്ങളൊക്കെ തന്നെ ഒട്ടും ചോരാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം പ്രാവർത്തികമാക്കി എക്സിക്യൂട്ട് ചെയ്ത് തന്ത്രപരമായി മുന്നോട്ട് പോകുന്നു പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതാണ് ശബരിമല സ്വർണ്ണക്കവർച്ചയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. തന്ത്രി കണ്ഠരര് രാജീവർക്ക് പല വിവരങ്ങളും, അതായത് സ്വർണ്ണക്കവർച്ച അടക്കമുള്ള വിവരങ്ങൾ തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വാതിൽ തുറന്നത് തന്ത്രിയാണെന്നുള്ള കണ്ടെത്തലിലേക്ക് വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെ ശരിയായ ദിശയിലാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണം എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. തന്ത്രി അറസ്റ്റിലായൊരു സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നു സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. അന്വേഷണ സംഘത്തിന് മേൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇല്ല എന്നും കൂടിയാണ് DGP റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. SP ശ്രീധരൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ്. പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ ദിശയിൽ തന്നെ SP ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ്. കൃത്യമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ അന്വേഷണം ദിശ തെറ്റാതെ ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിൻ്റെ വാക്കുകളാണ്. അന്വേഷണ സംഘത്തിൻ്റെ മേൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇല്ല എന്നും കൂടി DGP വ്യക്തമാക്കുകയാണ്. പലതരത്തിലുള്ള സമ്മർദ്ദം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മേലുണ്ടെന്നുള്ളതൊക്കെ ചില ആരോപണങ്ങൾ കക്ഷി നേതാക്കൾ മറ്റ് മുന്നണികളിൽ പല മുന്നണികളിൽ നിന്നും ആരോപണങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ തന്നെ ആരോപണം ഉയർത്തിയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി ഓഫീസ് തന്നെ അത് പിന്നീട് വ്യക്തമാക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടു. എന്തായാലും അത്തരത്തിലൊരു സമ്മർദ്ദവും പ്രത്യേക അന്വേഷണ സംഘത്തിന് മേലില്ല എന്നുള്ളത് കൂടി DGP റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് വ്യക്തമാക്കുന്നു സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ.